ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോദിജി ശിവഗിരിയോടും ശ്രീനാരായണ ഗുരുദേവനോടും കാണിക്കുന്ന ആഭിമുഖ്യം എത്ര വലുതാണ് എന്ന് എത്ര പറഞ്ഞാലും തീരുകയില്ല. ശ്രീനാരായണ ഗുരുവിനെ ഇന്ത്യയുടെ ആത്മാവായി കണ്ടുകൊണ്ട് മറ്റേതെങ്കിലും ഒരു പ്രധാനമന്ത്രി പ്രസംഗിച്ചതായിട്ട് അല്ലെങ്കിൽ സന്ദേശം നൽകിയതായിട്ട് ഞങ്ങൾക്കറിയുവാൻ സാധിക്കുകയില്ല. ശിവഗിരിയോടും ശ്രീനാരായണ ഗുരുവിനോടും ശ്രീനാരായണ പ്രസ്ഥാനത്തോടും അദമ്യമായ സ്നേഹവും ആദരവും പ്രകടിപ്പിച്ചുകൊണ്ട് ശിവഗിരിയുടെ വികസനത്തിനായി ടൂറിസം പാക്കേജിൽ 69 കോടി രൂപ ശിവഗിരിക്ക് വേണ്ടി സമർപ്പണം ചെയ്ത് ശിവഗിരിയുടെ പ്രവർത്തനത്തിൽ ഇന്നത്തെ ഗവൺമെന്റ് പങ്കാളിത്തം വഹിക്കുന്നുണ്ട്. അങ്ങനെ ശ്രീനാരായണ ഗുരുവിൻ്റെ ഏകലോക ദർശനം ജാതി മത ഭേദചിന്തകൾക്കതീതമായി ലോകത്തെ മുഴുവൻ ഒന്നായി കണ്ടുകൊണ്ടുള്ള ഗുരുവിൻ്റെ വിശ്വദർശനം അതിൽ അഭിമാനം കൊള്ളുകയും അതിൻ്റെ സാഫല്യതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന മഹാനാണ് നമ്മുടെ പ്രധാനമന്ത്രി. ഈ സമ്മേളനം തന്നെ ഇവിടെ ഡൽഹിയിൽ നടക്കുമ്പോൾ ഞങ്ങൾ ശിവഗിരിയിൽ നിന്നും നേരിട്ട് പ്രധാനമന്ത്രിക്കൊരു മെയിൽ സന്ദേശം അയച്ചു. മറ്റൊരു ശുപാർശയും കൂടാതെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശിവഗിരിയുമായി നേരിട്ട് ബന്ധപ്പെട്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാമെന്ന് അനുവാദം നൽകുകയും ഇവിടെ എത്തിച്ചേരുകയുമാണ് ചെയ്തിട്ടുള്ളത്. സഹോദരങ്ങളെ, ഞാൻ ഉറക്കെ പറയട്ടെ, ഇങ്ങനെയൊരു പ്രധാനമന്ത്രി നമ്മുടെ ഭാരതത്തിൽ ഉണ്ടായിട്ടില്ല. നിരവധി പ്രധാനമന്ത്രിമാർ ഭാരതം ഭരിച്ചുവെങ്കിൽ തുല്യമായ കാഴ്ചപ്പാടോടുകൂടി തുല്യമായി ഭേദചിന്തകൾക്ക് അതീതമായി അധസ്ഥിത പിന്നോക്ക ജനവിഭാഗങ്ങളെ സ്നേഹിച്ചുകൊണ്ടും എല്ലാവിധമായ മതഭേദങ്ങൾക്കും അപ്പുറത്ത് രാജ്യത്തെ കണ്ടുകൊണ്ട് രാജ്യത്തിൻ്റെ പുരോഗതിയാണ് ഏറ്റവും വലുത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കുന്ന മഹാനായ ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ന് നമുക്ക് ഭാരതത്തിനുള്ളത്. ആ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഗാന്ധിജിയും ഗുരുദേവനും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയുടെ ശതാബ്ദി ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ മോഡിജിയെ ഞങ്ങൾ കാണുന്നത് മഹാത്മാഗാന്ധിയുടെ തന്നെ ആത്മപ്രതീകമായിട്ടാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൂടെ കേരളത്തിനും ഭാരതത്തിനും ലോകത്തിനും ഈ രണ്ട് മഹാപുരുഷന്മാർ മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും നൽകിയ വിശ്വദർശനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള മഹത്തായ സന്ദേശം നൽകുമെന്നുള്ള പ്രത്യാശയും വിശ്വാസവുമാണ് ഞങ്ങൾക്കെല്ലാം ഉള്ളത്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി, അങ്ങേക്ക് പ്രണാമം, പ്രണാമം, പ്രണാമം.